ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. ആദരണീയരായ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കന്മാരെ, ബഹുമാന്യരായ സാദാത്യങ്ങൾ, ഈ പരിപാടിക്ക് പ്രോജ്വല പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രിയ ഉസ്താദും വാഗ്മിയും കൂടിയായ അഡ്വക്കേറ്റ് ഹനീഫ് ഉദവി ഉസ്താദ് അവറുകൾ, ഈ പരിപാടിയുടെ അണിയറ ശില്പികൾ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ശ്രോതാക്കൾ, പടച്ചിറപ്പ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കബൂലാക്കി തരട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിലാണ് നമ്മൾ ഈ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും റഹ്മത്തും സന്തോഷവും നൽകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ നടന്ന വഴികളിലൂടെ നടന്ന് നാളെ സ്വർഗം കരസ്ഥമാക്കുവാൻ പടച്ചിറപ്പ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. SKSF-ന്റെ ഉപവിഭാഗമായ തൊലബാവിന്ന് റബീഉൽ ആഖിർ 5 തിദക്കാരുടെയായി ആചരിക്കുകയാണ്. റബീഉൽ ആഖിർ എന്ന് പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ വഫാത്തായ ഒരു മാസം കൂടിയാണ് റബീഉൽ ആഖിർ. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ രണ്ട് മഹാന്മാരും വഫാത്തായ ഒരു മാസം കൂടിയാണ് റബീഉൽ ആഖിർ. സമസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ ആവേശത്തോടെ പറയുന്ന രണ്ട് നാമങ്ങളാണ് ഈ രണ്ട് മഹാന്മാർ. നമ്മൾ എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് ചോദിക്കുന്നവരോട്, ഈ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, അവരുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പൊതുസമൂഹങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ജീവചരിത്രങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. പടച്ചിറപ്പ് തൗഫീഖ് നൽകട്ടെ. മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് കേരള ജനതയ്ക്ക് മുമ്പിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരുപാട് പാണ്ഡിത്യം കൊണ്ടും തവാദു കൊണ്ടും ജനമനസ്സുകളിൽ ഇടം നേടിയ വലിയൊരു പണ്ഡിതനാണ് മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ പേര് അർത്ഥം നൽകുന്നത് പോലെ, ഉലമാക്കളുടെ സൂര്യൻ എന്ന അർത്ഥം നൽകുന്നത് പോലെ, പ്രോജ്വലിക്കുന്ന ആ പ്രകാശപൂരിതമായ മുഖം കാണുമ്പോൾ തന്നെ മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ആ പാണ്ഡിത്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തന്റെ ഉസ്താദായ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ക്ലാസ് എടുക്കുന്ന സമയത്ത് വാതിലിലൂടെ ഒളിഞ്ഞു കേൾക്കാറുണ്ടായിരുന്നവത്രേ. എന്നിട്ട് തന്റെ ശിഷ്യന്മാരോട് കണ്ണിയത്ത് ഉസ്താദ് പറയുമായിരുന്നു, E.K. അബൂബക്കർ വലിയ പ്രൗഢിയുള്ള പണ്ഡിതനാണ്, വലിയ പാണ്ഡിത്യമുള്ള മാഹിറാണെന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തന്റെ ശിഷ്യനെ കുറിച്ച് ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു. തന്റെ ഉസ്താദുമാരും ശിഷ്യന്മാരും പ്രശംസിച്ച വലിയൊരു പണ്ഡിതനാണ് മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരുപാട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഖുതുബ പ്രാദേശിക ഭാഷകളിൽ നടത്തണമെന്ന് ചില വിഭാഗങ്ങൾ കടന്നു വന്നപ്പോ മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റാബിത്തത്തുൽ ആലമിലേക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: വെള്ളിയാഴ്ചയിലുള്ള ഖുതുബ അത് അറബിയിൽ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ, പ്രാദേശിക ഭാഷയിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സവിസ്തരം വിശദീകരിക്കുന്ന തെളിവുകളോട് അടങ്ങിയിട്ടുള്ള ലെറ്റർ അത് റാബിത്തത്തുൽ ആലമിലേക്ക് പോയി. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന റാബിത്തത്തുൽ ആലമിലെ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ ഫത്വ കണ്ട് നിട്ടു. അവര് എന്നിട്ട് കേരളത്തിലേക്ക് വന്നു. സെക്രട്ടറി ജനറൽ റാബിത്തത്തുൽ ആലമിലെ സെക്രട്ടറി ജനറൽ കേരളത്തിലേക്ക് വന്നു ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കാണാൻ വേണ്ടിയിട്ട്. അന്ന് മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് മഹല്ലത്തിൽ മുദരിസായി സേവനം ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ശംസുൽ ഉലമാന്റെ ദർസിലേക്ക് വന്നു. ശംസുൽ ഉലമ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശിഷ്യനെ പോലെ അവിടെ ഇരുന്നു ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ക്ലാസുകൾ കേട്ടു. എന്നിട്ട് തന്റെ ശിഷ്യന്മാരോട് ഈ സെക്രട്ടറി ജനറൽ ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഈ പണ്ഡിതൻ അത് വെറും പണ്ഡിതനല്ല, കേരളത്തിന്റെ പണ്ഡിതൻ മാത്രമല്ല, ആലിമുൽ ആലം, ലോകത്തിന്റെ പണ്ഡിതനാണ് ശംസുൽ ഉലമ എന്ന് ഈ സെക്രട്ടറി ജനറൽ പറയുകയുണ്ടായി.
വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് മഹാനായ ശംസുൽ ഉലമ. ഒരുപാട് ഫന്നുകളിൽ, വിവിധ ഫന്നുകളിൽ കഴിവുള്ള മാഹിറാണ് മഹാനായ ശംസുൽ ഉലമ. കേരളത്തിലേക്ക് വന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങൾ അവരുടെ വേരോട് പിഴുതെറിയുന്നതിന് വേണ്ടി മഹാനായ ശംസുൽ ഉലമ നടത്തിയ പ്രഭാഷണങ്ങൾ ഇന്നും ശ്രദ്ധേയമാണ്. കാദിയാനികൾക്കെതിരെ കള്ളത്വരീക്കത്തുമാർ കേരളത്തിലേക്ക് രംഗപ്രവേശനം വന്നപ്പോൾ അവർക്കെതിരെ നടത്തിയ പ്രതികരണങ്ങൾ, അങ്ങനെ ഒരുപാട് ക്രൈസ്തവ മിഷനറിമാര് ശംസുൽ ഉലമയുമായി നടത്തിയ സംവാദങ്ങൾ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംവാദമായിരുന്നത്. ശംസുൽ ഉലമയ്ക്ക് ബൈബിൾ വായിക്കാൻ അറിയുമെന്ന് എല്ലാവർക്കും അറിയുന്നത് ആ ഒരു സംവാദത്തോടു കൂടിയാണ്. എല്ലാവരും പേടിച്ചിരുന്നു ആ സംവാദത്തിൽ മുസ്ലിം വിഭാഗം തോൽക്കുമെന്ന്. പക്ഷേ വിവിധ ഭാഷകളിൽ കൈവുള്ള വെള്ള വസ്ത്രധാരിയായ ശംസുൽ ഉലമ അന്ന് സംവാദത്തിലെത്തി ബൈബിളിന്റെ അർത്ഥങ്ങൾ, ബൈബിളിന്റെ ഓരോ വരികളും വായിച്ചിട്ട് അവിടെ സംവാദത്തിൽ വിജയിച്ച സംഭവം. ഇങ്ങനെ ഒരുപാട് ഇൽമിൽ വല്ലാത്ത പാണ്ഡിത്യമായിരുന്നു മഹാനായ ശംസുൽ ഉലമ. ഇത് മാത്രമല്ല, പാണ്ഡിത്യത്തിന്റെ ലോകം പറഞ്ഞാൽ ഒരുപാടുണ്ട്. വേറൊരു വിഷയം പറഞ്ഞാൽ മഹാനായ ശംസുൽ ഉലമ ആത്മീയ ലോകത്ത് വിരാജിച്ച പണ്ഡിതൻ കൂടിയായിരുന്നു. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്, ശംസുൽ ഉലമ നിങ്ങൾ കണ്ടത് പാണ്ഡിത്യത്തിന്റെ ലോകം മാത്രമാണ്. മഹാനവരുടെ ആത്മീയ ലോകം നോക്കുകയാണെങ്കിൽ വിലായത്ത് മറച്ചു വെച്ച പണ്ഡിതനാണെന്നാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലി ആത്മീയ ലോകത്ത് വിരാജിച്ച ആളായിരുന്നു. അത് പബ്ലിക്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെ ദിക്റുകളോ തന്റെ തസ്ബീഹ് മാലയോ ആർക്കു മുമ്പിലും പറഞ്ഞറിയിക്കാൻ മഹാനായ ശംസുൽ ഉലമ ആഗ്രഹിച്ചില്ല. പാണ്ഡിത്യം മാത്രമാണ് ലോകത്തിന് മുമ്പിൽ അറിയിച്ചത്. ഇങ്ങനെ ശംസുൽ ഉലമയെ നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായി, നവോത്ഥാന നായകനായി നമുക്ക് എടുത്തു പറയാൻ കഴിയും. അത്രമേൽ പാണ്ഡിത്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും വലിയ ഔന്നത്യത്തിലെത്തിയ പണ്ഡിതനാണ് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് വരെ പറയുകയാണെങ്കിൽ ആത്മീയ ലോകത്ത് വലിയ ഔന്നിത്യങ്ങൾ കൈവരിച്ച വലിയൊരു പണ്ഡിതനാണ്. എല്ലാവർക്കും അറിയാം ആരാണ് കണ്ണിയത്ത് ഉസ്താദ്. അലയടിച്ചു വരുന്ന കടലിനോട് അടങ്ങു കടല് എന്ന് പറഞ്ഞ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടർത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അന്ന് വരക്കൽ തങ്ങൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബേ ഈ ഒരു പ്രസ്ഥാനത്തെ നാളെ ഖിയാമത്ത് നാൾ വരെ നീ കൊണ്ടുപോകണം. ഈ ഒരു പ്രസ്ഥാനത്തെ നാളെ ഇമാം മഹ്ദി വരുമ്പോ അവരുടെ കൈകളിലേക്ക് പ്രസ്ഥാനത്തെ എത്തിച്ചു കൊടുക്കണമെന്ന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞവരാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അന്ന് മുതൽക്ക് സമസ്തയുടെ തുടക്കം കാലം മുതൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയിലുണ്ട്. ഒരുപാട് നൂറ്റാണ്ട് കാലം മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് പദവിയിൽ അലങ്കരിച്ച വലിയൊരു പണ്ഡിതനാണ്. ആത്മീയ ലോകത്ത് വലിയ ഔന്നിത്യങ്ങൾ കൈവരിച്ചവരാണ്. കണ്ണിയത്ത് ഉസ്താദ് ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, എന്നെ ഇഷ്ടം വെക്കുന്ന ആളുകൾ, എന്റെ അടുത്തറിഞ്ഞ ആളുകൾ അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി. ഒരുപാട് സംഭവങ്ങൾ, മഴയില്ലാതെ വന്ന സമയത്ത് മഴ വർഷിപ്പിച്ച ചരിത്രങ്ങൾ, മഴ വരുന്ന സമയത്ത് മഴ ഒഴിവാക്കിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. പട്ടിക്കാട് ജാമി അൻവരിയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ഖാഇദുൽ ഖൗം ബാഫക്കി തങ്ങൾ വന്ന് കണ്ണിയത്തോരെ ചെവിയിൽ പറയാണ്, മഴ പെയ്യാൻ പോകുന്നു കണ്ണിയത്തോരെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ഈ മഴ അടങ്ങാൻ വേണ്ടി. മഴ വർഷിച്ചാൽ ഈ സമ്മേളനം ആകെ ഗുലുമാലാകും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ മഴ മുഴുവനും ശാന്തമായി ആ സമ്മേളനം നല്ല രൂപത്തിൽ നടത്താൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചിട്ടും പറയാനുണ്ട്. ഇങ്ങനെയുള്ള പണ്ഡിത മഹത്വങ്ങൾ സ്വാത്വികരായ പണ്ഡിതന്മാർ പടർത്തിയുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ ഒരു പണ്ഡിത പ്രസ്ഥാനം. ഈ മഹാത്മാക്കളെ അവരുടെ ജീവിതം പഠിച്ച് അവരുടെ ജീവിതത്തെ മുറുകെ പിടിച്ച് അവർ നടന്ന വഴികളിലൂടെ നടക്കാൻ പടച്ചറബ് തൗഫീക്ക് നൽകട്ടെ. അതാണ് നമ്മുടെ ജീവിത വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് വിശദീകരണമൊന്നും പറയുന്നില്ല. പ്രഭാഷകൻ പ്രിയപ്പെട്ട ഉസ്താദ് ഒരുപാട് അതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് കടക്കും. ഞാൻ നിർത്തുകയാണ്. എന്റെ കർത്തവ്യം ഇവിടെ ഉദ്ഘാടനം നടത്തുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യത്തോടു കൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് അനീഫുദവി ദേലമ്പാടി, മറ്റു നല്ലവരായ സ്നേഹിതികളായ മിനിങ്ങളെ, SKSFന്റെ പ്രവർത്തകരെ, SKSF ആമത്തല മഹല്ല് ശാഖാ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നിവരുടെയും മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് അബ്ദുല്ലാഹു മർക്കദ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും പേരിൽ നടത്തപ്പെടുന്ന അനുസ്മരണ പരിപാടിയിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു അവരോടൊപ്പം നമ്മെയും അവൻ്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. റബീഉൽ ആഖിർ മാസം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഏറെ നഷ്ടം സംഭവിച്ച ഒരു മാസമാണ്. ഒരുപാട് മഹത്തുക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള മഹാന്മാർ, അതുപോലെ തന്നെ സമസ്തയുടെ സാത്വികരായ പണ്ഡിതന്മാർ, ഒരുപാട് ആളുകൾ, ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് നബറുല്ലാഹു മർക്കദ, ഷെയ്ഖുന ശംസുൽ ഉലമാ നബറുല്ലാഹു മർക്കദ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉലമാക്കൾ, ഉമറാക്കൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയൊരു മാസമാണ് റബീഉൽ ആഖിർ മാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ ഓർക്കുക എന്നുള്ളത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയൊക്കെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും. സമസ്തയുടെ നേതാക്കന്മാരൊക്കെയും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് ദീൻ പഠിപ്പിച്ചവരാണ്. എല്ലാ കാലത്തും നമുക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ജീവിതം പരിശോധിച്ചാൽ, സൂക്ഷ്മതയുടെ കാര്യത്തിലായാലും ഈമാനിൻ്റെ കാര്യത്തിലായാലും മറ്റേതൊരു കാര്യത്തിലായാലും അവരൊക്കെയും നമുക്ക് മുന്നിൽ മാതൃക കാണിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. എന്തായാലും അൽഹംദുലില്ലാ, ഈ രണ്ട് മഹാന്മാരെ സ്മരിക്കാൻ നമുക്ക് ഇതുപോലെ ഈ ഒരു പ്രതികൂലമായ സാഹചര്യം, കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലും നമുക്കിന്ന് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗപ്പെടുത്താനും അതിലൂടെ ഈ മഹാന്മാരെയൊക്കെ സ്മരിക്കാനും അവരുടെ നന്മകൾ പറയാനുമുള്ള ഒരു വേദി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അതിനുവേണ്ടി മുൻകൈയെടുത്ത ആമത്തല മഹല്ല് SKSF കമ്മിറ്റിയെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇനിയും ഒരുപാട് കാലം സമസ്തക്ക് വേണ്ടിയും SKSFന് വേണ്ടിയും പ്രവർത്തിക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ആമുഖ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അനീഫുദവി ദേലമ്പാടിയുടെയൊക്കെ പ്രഭാഷണം ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال نبيكم صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. ബഹുമാന്യരായ SKSF ആമത്തല യൂണിറ്റ് സംഘടിപ്പിക്കുന്ന തദ്കീർ 2022 അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, SKSF ത്വലബ വിങ് സംസ്ഥാന ചെയർമാൻ കൂടിയാണ് വന്യരായ തങ്ങൾ,
അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തിയ ആമത്തല മഹല്ല് ഖത്തീബ് ബഹുമാന്യരായ ഹനീഫ് അലി ഉസ്താദ്, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരു പരിശ്രമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റബീഉൽ ആഖിർ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരുപാട് മഹത്തുക്കളുടെ ഓർമ്മകൾ നിറഞ്ഞ മാസമാണ് റബീഉൽ ആഖിർ മാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ രണ്ട് നേതാക്കൾ, വന്യരായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹുമ, ഈ രണ്ട് മഹത്തുക്കളും മറ്റു ഒട്ടനേകം മഹാന്മാരും വഫാത്തായിട്ടുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. അല്ലാഹു സുബ്ഹാനഹു തആല മൺമറഞ്ഞു പോയ നമ്മുടെ നേതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മഹത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര പറഞ്ഞാലും മതിവരാത്ത വലിയ സേവനം മുസ്ലിം ഉമ്മത്തിന് നൽകിക്കൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മാതൃകാപരമായ ഒരു ജീവിതം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള വളരെ ഉന്നതമായ ഇസ്ലാമികമായ ആ ഒരു ജീവിതം, ആ ജീവിതത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും ഒരുപാട് കേട്ടവരാണ്. ആ ജീവിതത്തിൻ്റെ മഹിത മാതൃക ആസ്വദിക്കാനായവർ അവര് പറയുന്ന ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും കേട്ടവരാണ് നമ്മൾ. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സൂക്ഷ്മത പുലർത്തിയ മഹാൻ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് പറയുമ്പോൾ പോലും അത്ഭുതമാണ്. അത്രമേൽ വിനയാന്വിതനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ പറയാനുണ്ട് മഹാനവറുകളുടെ ജീവിത വിശുദ്ധിയെപ്പറ്റി. ഞങ്ങളെ നാട്ടിലെ ഒരു ഉസ്താദ്, ഞാൻ പല വേദിയിൽ പറയാറുണ്ട്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പഠിക്കുന്ന കാലത്ത്, പട്ടിക്കാട് ജാമിയ നൂരിയിൽ പഠിക്കുന്ന കാലത്ത് കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വാതിൽ തുറന്ന് സ്വീകരിച്ചു. ആരാണ്, എവിടുന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ജാമിയയിൽ ഫൈലി ബിരുദത്തിന് വേണ്ടി പട്ടിക്കാട് പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വന്യരായ ഉസ്താദ് അവർക്ക് സന്തോഷമായി. അവിടുന്ന് ഉസ്താദ് ദുആ ചെയ്തു കൊടുത്തു. മുത്വാലഅക്കും തദ്രീസിനും എൻ്റെ മഹാന്മാരായ ഉസ്താദുമാരും മശായിഖന്മാരും എപ്രകാരമാണോ ഇജാസത്ത് തന്നത്, അപ്രകാരം ഞാൻ നിങ്ങൾക്കും ഇജാസത്ത് തന്നിരിക്കുന്നു എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അത്രേ. ശേഷം മടങ്ങാൻ നേരത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു 10 രൂപ നോട്ടെടുത്തിട്ട് ഉസ്താദിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ഇതെന്താണ്, ഇത് എന്തിനു വേണ്ടിയാണ്, നിങ്ങൾക്കിത് എവിടുന്നാണ് കിട്ടിയത്? നമ്മൾ ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞു അത്രേ, ഇത് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ തന്ന പൈസയാണ്, ഞാനിതൊരു സന്തോഷത്തിന് ഉസ്താദിനെ കണ്ടല്ലോ സന്തോഷത്തിന് തരികയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ പൈസ സ്വീകരിക്കാൻ തയ്യാറായത്. ഒരു സാമ്പത്തികമായ വിഷയങ്ങളിൽ മഹാനവറുകൾ പുലർത്തുന്ന സൂക്ഷ്മത അതാണ്. മഹാനായ ശംസുൽ ഉലമ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ മുസ്ലിം ലോകത്തെ അത്ഭുതം കൊള്ളിച്ച മഹാനാണ്. വിവിധ ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യം, കർമ്മശാസ്ത്ര വിഷയങ്ങളിലാണെങ്കിലോ വല്ലാത്ത നൈപുണ്യമായിരുന്നു. എല്ലാത്തിലും ഉപരി സമസ്ത എന്ന പണ്ഡിത പ്രസ്ഥാനത്തെ വളരെ അഭിമാനകരമായ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മഹാനായ നേതാവ്. ശംസുൽ ഉലമയുടെ ദീർഘദർശനം, ക്രാന്തദർശിയായ ശംസുൽ ഉലമ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് ഇന്ന് നമ്മൾക്ക് കാണുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ മുഴുവനും സാധ്യമായത്. മുസ്ലിം ഉമ്മത്ത് കേരളക്കരയിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലും കൈവരിച്ചിട്ടുള്ള ഈ ഉന്നതമായ ജീവിത ചുറ്റുപാട്, അതിൽ വളരെ നിർണായകമാണ് സമസ്തയുടെ ഇടപെടൽ.
കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി മുസ്ലിം ഉമ്മത്തിന്റെ പൊതുജീവിതത്തിൽ സമസ്ത നടത്തിയിട്ടുള്ള സ്വാധീനം അത് വിവരണാതീതമാണ്. അത്തരം വലിയ സേവനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചത് 40 വർഷത്തോളം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി മുന്നിൽ നിന്ന മഹാനായ ശംസുൽ ഉലമയാണ്. പുത്തനാശയക്കാരോട്, പുത്തൻ വാദികളോട്, സമൂഹത്തിൽ കടന്നു വന്ന ശൈഥില്യത്തിന്റെ വിത്തുപാകിയ എല്ലാ ശക്തികൾക്കെതിരെയും സന്ധിയില്ല സമരം നയിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ മാർഗം ഏതാണെന്ന് മുസ്ലിം ഉമ്മത്തിനെ തെര്യപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മഹാനവറുകളുടെ ഇടപെടലുകൾ. ആ ശംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശിഷ്യന്മാരാണ് ഇന്ന് നമ്മളെ നാട്ടിലുള്ള ഒട്ടുമുക്കാല പണ്ഡിതന്മാർ, വലിയ വലിയ പ്രതിഭാശാലികളായ ആലിമ്യങ്ങൾ. അവരുടെ ഒരു അഭാവം, മഹാനായ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ആ ഒരു അഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തീരാ നഷ്ടം തന്നെയാണ്. സമസ്തയുടെ സ്ഥാപക മുഷാവറയിലെ 26ാമത്തെ മെമ്പറായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഓൺലൈനിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വെട്ടിത്തെളിച്ച ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ട്. ആ പാതയിലൂടെ അവരുടെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ മഹത്തായ സമസ്തയുടെ ഹാദിമ്യങ്ങളായി നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നാഥൻ തുണക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ ദുആകളിൽ ഈ വിനീതനെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.